നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വീണ്ടും വധശ്രമം. ആർട്ട് ഓഫ് ലിവിംഗ് ഇൻ്റർനാഷണൽ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിംഗ് ഇൻ്റർനാഷണലിൻ്റെ പരിപാടി ഉദ്ഘാടനത്തിന് ബാംഗ്ലൂരിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. ബാംഗ്ലൂരിലെ കലികപുരയ്ക്ക് സമീപമുള്ള ഒരു ആശ്രമത്തിൻ്റെ സമീപമായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറമാണ് ഈ ആശ്രമം. ആശ്രമത്തിന് സമീപത്തു നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത ഉടനെ തന്നെ സ്ഫോടക വസ്തുക്കളെ ബോംബ് ഒക്കെ നിർവീര്യമാക്കുകയായിരുന്നു ഫോറൻസിക് സംഘങ്ങൾ. തീവ്രമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ഇൻ്റർനാഷണലിൻ്റെ പരിപാടി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു പ്രധാനമന്ത്രിക്ക് നേരെ നിരന്തരം ഈ അടുത്ത സമയത്തായിട്ട് വധശ്രമങ്ങൾ കൂടി വരികയാണ്. പല ഭാഗങ്ങളിലും വച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രധാനമന്ത്രി സംസാരിക്കുവാൻ പോകുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും രാജ്യം അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഇന്ന് തന്നെ ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കശ്മീരിൽ ട്രൈഅസെറ്റോൺ ടെട്രാപെറോക്സൈഡ് എന്ന് പറഞ്ഞ അതിഭീകരമായിട്ടുള്ള, അതായത് വായുവുമായി സമ്പർക്കം ഉണ്ടായാൽ തന്നെ സ്ഫോടനം നടക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തു കണ്ടെടുക്കപ്പെട്ടത്. ശ്രീനഗറിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഹരിയാനയിലും രാജസ്ഥാൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നും ഇത് കണ്ടെടുക്കുകയുണ്ടായി. വായുവുമായി സമ്പർക്കം വന്നാലുടനെ പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ഇരുണ്ട അറയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇരുട്ടറയിൽ സൂക്ഷിക്കുകയും അത് വായുവുമായി സമ്പർക്കം വരാത്ത രീതിയിലായിരുന്നു അവിടെ സൂക്ഷിച്ചിരുന്നത്. RDX പോലുള്ള ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കൂടുതൽ റിസ്ക് ആയതുകൊണ്ടാണ് പ്രാദേശികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഭീകരവാദികൾ ഇവിടെ പരീക്ഷിച്ചത്. അത്തരത്തിൽ രാജ്യത്ത് ഭീകരാക്രമണത്തിൻ്റെ വിവിധ ഭീഷണികൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പാകിസ്ഥാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 5000 ഭീകരരെ തയ്യാറാക്കിക്കൊണ്ടുള്ളൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ലഷ്കർ ഇ തോയ്ബയായിരുന്നു അതിന് പദ്ധതിയിട്ടത്. അതിന് വിവിധ പരിശീലന പദ്ധതികൾ പാകിസ്ഥാൻ ഒരുക്കിയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ പ്ലാൻ മുഴുവനായും ഇന്ത്യ പൊളിച്ചെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ ദാരിദ്ര്യത്തിലാണ്, വലിയ ദുരിതത്തിലാണ്. അതായത് ചർച്ചകൾ, പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ മധ്യസ്ഥ ചർച്ചകൾ തന്നെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് കാര്യമായ സമ്പാദ്യമൊന്നും ലഭിച്ചില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് ഏറ്റ വലിയ തിരിച്ചടിക്ക് പ്രതികാരമെന്നോണം പാകിസ്ഥാൻ മറ്റൊന്നും ചെയ്യാനില്ല. ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാന് വിവിധ രാജ്യങ്ങൾ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നൊക്കെ പാകിസ്ഥാന് വളരെ ശക്തമായ പിന്തുണയാണ് ഈ വിഷയത്തിൽ ലഭിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക, പാകിസ്ഥാൻ്റെ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് തന്നെ ചൈനയുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധിയായിട്ടുള്ള പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധവിമാനങ്ങൾ തന്നെ ചൈന പാകിസ്ഥാന് നൽകിയതാണ്. ചൈന പാകിസ്ഥാന് നൽകുന്നതിനോടൊപ്പം ചൈന അസിസ്റ്റ് കൂടെ ചെയ്തിരുന്നു. അതായത് ഈ വിമാനം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ തന്നെ ചൈന ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അവരുടെ തന്നെ വൈമാനികരെ ചൈന പാകിസ്ഥാന് വേണ്ടിയിട്ട് സംഭാവന നൽകിയിരുന്നു. അത്തരത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുവാൻ വേണ്ടി ചൈന അരയും തലയും മുറുക്കിക്കൊണ്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്, ഏതു സമയത്ത് വേണോ. പക്ഷേ ചൈനയ്ക്ക് പോലും ഇപ്പോൾ ഭാരതത്തിൻ്റെ സേവനമാണ് ആവശ്യം. ചൈനയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോകുവാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ചൈനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒക്കെ സമയത്ത് ചൈന പാകിസ്ഥാനെ ഇത്തരത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എങ്കിലും ചൈന ഇപ്പോഴും ഭാരതത്തിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ചൈന, പിന്നീട് ബംഗ്ലാദേശിൽ പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് പകരം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി അവരിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഭീകരവാദികൾ ഇപ്പോഴും പതിയിരിക്കുകയാണ്. ഇപ്പോൾ ബംഗാളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്
ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ഭീകരവാദികളാണ് മമതയ്ക്ക് പിന്തുണയുമായി നിന്നത്. ബംഗ്ലാദേശിൻ്റെ നിരന്തരമായ സാന്നിധ്യം മമത നടത്തിയ ഓരോ ഓപ്പറേഷനിലും കാണാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ചന്ദ്രനാഥിൻ്റെ കൊലപാതകത്തിൽ പോലും ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്തിൻ്റെ വിദേശ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ലാക്കാക്കിക്കൊണ്ട് വിവിധ തരത്തിലുള്ള ഭീകരവാദ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെയും വെല്ലുവിളിയായി നിൽക്കുന്നത് അതായത് അവരുടെ ഒക്കെ പരിപാടികളിൽ വെല്ലുവിളിയായി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കെതിരെയുള്ള നീക്കങ്ങൾ വളരെ ശക്തമാണ്. ബംഗ്ലാദേശ് ഒട്ടും മോശമായിരുന്നില്ല. ബംഗ്ലാദേശിൻ്റെ നീക്കം ഇതായിരുന്നു. അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം വിഭാവനം ചെയ്തതിന് ശേഷം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് ചേർത്തുകൊണ്ടൊരു മാപ്പ് തയ്യാറാക്കുകയുണ്ടായി. അത് മുഹമ്മദ് യൂനസ് ആണ് പിന്നീട് പാകിസ്ഥാനിലേക്കും തുർക്കിയിലേക്കും ഒക്കെ കൊണ്ട് കാണിക്കുന്നത്. പക്ഷേ ഈ മാപ്പ് യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്തത് ചൈനയായിരുന്നു. ചൈന വിഭാവനം ചെയ്ത മാപ്പ് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി തുർക്കിയുടെ സഹായത്തോടു കൂടി അത് ബംഗ്ലാദേശിലേക്ക് എത്തിക്കുകയായിരുന്നു. അത്തരത്തിൽ രാജ്യത്തെ വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഭീകരവാദികൾ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത്. അത് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ പ്രബലമായ ശത്രുക്കൾ നരേന്ദ്രമോദിക്കുണ്ട്. ഡിജിറ്റൽ ജിഹാദ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടത്തി വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമുക്ക് പഹൽഗാം മോഡലിലൊരു ആക്രമണം മുംബൈയിൽ നടന്നത്. ലോൺ വുൾഫ് അറ്റാക്ക് എന്നാണ് അതിനെ പറയുന്നത്. ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് പലരും പറഞ്ഞെഴുതി തെളിയിക്കാം. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. അതായത് മുംബൈയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ ഈ ആക്രമണം നടത്തുന്നതിന്, അതായത് കത്തിയെടുത്ത് സെക്യൂരിറ്റി ജീവനക്കാരെ, മുംബൈയിലെ സെക്യൂരിറ്റി ജീവനക്കാരെ കുത്തുന്നതിന് മുമ്പേ അവരുടെ മതം ചോദിച്ച് ഉറപ്പ് വരുത്തിയിരുന്നു. ഇയാൾ ഹിന്ദുവാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ കത്തിയെടുത്ത് കുത്തിയത്. അപ്പോൾ ഇതിനൊരു വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രി തന്നെ ഇവരോട് സംസാരിച്ച് ഇവരുടെ മതം കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം ഇയാൾ പിറ്റേ ദിവസം രാവിലെ നടക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ കാണുന്നു, തിരിച്ചു വന്നതിന് ശേഷം ആക്രമിക്കുകയായിരുന്നു. ഈ രീതിയിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പരിപാടികൾക്ക് നേരെ, ഉത്സവങ്ങൾക്ക് നേരെയുള്ള ആക്രമണ പദ്ധതികൾ ഇവർ തയ്യാറാക്കി വച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒക്കെ ഭാഗമായി കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഐസിസ് റിക്രൂട്ടർ ഇവിടുത്തെ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം എന്ത് ജാഗ്രതയാണ് നമ്മളവിടെ കൊണ്ടുവരാൻ സാധിച്ചത്? അവിടെ ഒരു ജാഗ്രതയും ഉണ്ടായില്ല. അതിനുശേഷം കാശ്മീരിൽ നിന്ന് ഈ അടുത്ത സമയത്തായി ഒരു യുവാവ് എത്തി നാലമ്പലത്തിന് തൊട്ടടുത്ത് വെച്ച് ഈദ് മുബാറക്ക് എന്ന് പറയുന്ന എഴുതിയ ഒരു മിഠായി വിതരണം ചെയ്തു. എന്ത് ജാഗ്രതയാണ് അതിനുശേഷം നമ്മൾ കൈക്കൊണ്ടത്? ഇതൊക്കെയും ടെസ്റ്റ് ഡോസുകളാണ്. എങ്ങനെയാണ് കേരളത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുള്ള ടെസ്റ്റ് ഡോസുകളാണ്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങളുടെയും ഈ ഭാഗങ്ങളിലൊക്കെ വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. അവിടെയൊക്കെ വ്യക്തമായി സുരക്ഷ നൽകുകയും ചെയ്യും. ഇപ്പം പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് കർശനമായ സുരക്ഷയുണ്ട്. ആ കർശനമായ സുരക്ഷ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധനയിലൂടെ കണ്ടെടുക്കപ്പെടുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഇടങ്ങളുണ്ട്. ഇപ്പോൾ ബംഗാളിൽ നേരത്തെ അവസ്ഥ നമുക്കറിയാം. അമിത്ഷാ തന്നെ ഒരു പരിപാടിക്കിടെ അവിടുത്തെ പോലീസുകാരെ ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞു. അത്രമാത്രം മലീമസമാണ്, മൊറയിൽ അത്രമാത്രം ചോർന്നു പോയ ഒരു പോലീസ് സമൂഹമാണ് ബംഗാളിലുള്ളത്. ബംഗാളിനെ അടിമുടി മമത തകർക്കുകയായിരുന്നു. ബംഗാളിൻ്റെ പോലീസിൻ്റെ മൊറയിൽ, ബംഗാളിൻ്റെ സംസ്കാരം, ബംഗാളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ മുഴുവനായി ബംഗാളിനെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ NDA സർക്കാരിൻ്റെ കയ്യിൽ ഈ ബംഗാൾ ലഭിക്കുന്നത്. പക്ഷേ ഇനി അവിടെ ബംഗാൾ മെച്ചപ്പെടും. ബംഗാൾ എന്ന് പറഞ്ഞാൽ അതിസമ്പന്നമായ സംസ്ഥാനമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ സമ്പന്നമായ സംസ്ഥാനം ഇത്രമേൽ ദാരിദ്ര്യത്തിലേക്ക് കുപ്പുകുത്തുവാൻ കാരണം അവിടെ ഭരിച്ച സർക്കാരുകൾ തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ വലിയ ദാരിദ്ര്യവത്കരിക്കപ്പെട്ട ബംഗാളിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ രാജ്യത്തിൻ്റെ പുറത്തു നിന്നും അകത്തു നിന്നും പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ഭീഷണികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. രാജ്യം അതീവ ജാഗ്രതയിലാണ്. എന്തായാലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു. ഇതൊന്നും രാജ്യത്ത് നടക്കുവാൻ പോകുന്നില്ല. ഇതിനെല്ലാം തന്നെ കർശനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടും. കർശനമായ രീതിയിൽ ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രാജ്യം എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ആക്രമണ സംഭവങ്ങളും രാജ്യത്തുണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ കരുതലും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് സമയത്തും ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നേരെ ഉന്നം പിടിച്ചു വച്ചിരിക്കുകയാണ് ഇന്ത്യ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റഡാർ സംവിധാനങ്ങളടക്കം ഭാരതം പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു വിജയവും കൂടിയാണ്. അതായത്
ഭാരതം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, ഇനി ആയുധങ്ങൾ പുറത്തുനിന്ന് വരണമെന്നില്ല, ഭാരതത്തിനകത്തുനിന്ന് തന്നെ അത്തരം ആയുധങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാക്കുവാനും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുവാനും ഭാരതത്തിന് അറിയാം. ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണലിൻ്റെ പരിപാടിക്ക് വന്നപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് ആക്രമണത്തിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ഒരു ആക്രമണ ഭീഷണി ഉയർന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചില സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ആർട്ട് ഓഫ് ലിവിങ് ശ്രീ രവിശങ്കറാണ് സക്കീർ നായിക്കുമായി ചർച്ച നടത്തി. സക്കീർ നായിക്ക് നേരെ ആർട്ട് ഓഫ് ലിവിങ് ചില ചോദ്യങ്ങൾ തന്നെ കൊടുത്തിരുന്നു, അല്ല കണക്കിന് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ സക്കീർ നായിക് എന്ന് പറയുന്ന കൊടും ഭീകരവാദി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പദ്ധതികൾ തടസ്സപ്പെടുത്തുവാനും അവരെ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ബോംബ് സ്ഫോടനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ നടത്തുവാനുള്ള ആസൂത്രണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് സക്കീർ നായിക്കിനോ അല്ലെങ്കിൽ സക്കീർ നായിക്കുമായി പിന്തുണയ്ക്കുന്ന ചില ഭീകരവാദ സംഘങ്ങളോ അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് പോലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തരത്തിലുള്ള ഭാരതത്തിന് നേരെയുള്ള നടക്കുന്ന ഈ നീക്കങ്ങളെയൊക്കെ തച്ചു തകർക്കാനുള്ള ശേഷി ഇപ്പോൾ ഭാരതത്തിനുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.